നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കോട്ടയം ഗാന്ധിനഗറിൽ ബിവറേജസ് ഔട്ട്ലെറ്റിൽ മോഷണം. ഔട്ട്ലെറ്റിന്റെ മുൻവശത്തെ താഴറുത്തു മാറ്റിയ ശേഷമാണ് മോഷ്ടാക്കൾ ഉള്ളിൽ പ്രവേശിച്ചത്. പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രിയായിരുന്നു ഈ മോഷണം. 2 പേരാണ് മോഷ്ടാക്കളെന്നാണ് സൂചന. അഖിൽ കെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അഖിൽ, എന്തായാലും ഈ മോഷ്ടാക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആര്യ, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിൽ ഗാന്ധിനഗറിലുള്ള ബിവറേജസ് കോർപ്പറേഷന്റെ ചില്ലറ വിൽപ്പനശാലയിൽ മോഷണം നടന്നിരിക്കുന്നത്. മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന ശേഷമാണ് പ്രതികൾ അകത്തേക്ക് കയറിയിരിക്കുന്നത്. നഷ്ടമായിരിക്കുന്ന 16,000 രൂപയും ഒപ്പം തന്നെ 1,700 രൂപ വില വരുന്ന ഒരു മദ്യക്കുപ്പിയുമാണ് എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ തുക ബിവറേജ് ഓപ്പറേഷന്റെ, അതായത് ഈ ക്യാഷ് കൗണ്ടറിലുള്ള പണമൊക്കെ സൂക്ഷിച്ചിരുന്നു. അത് സൂക്ഷിച്ചു വെച്ചിരുന്ന മുറി തകർത്തെങ്കിലും അതിനുള്ളിൽ കടന്ന പണം എടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കൃത്യമായും പണം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നടത്തിയൊരു മോശമാണ്. പക്ഷേ ഇത് പ്രൊഫഷണലായി ചെയ്യുന്ന ആളുകളായിരിക്കാൻ സാധ്യയില്ല എന്നാണ് പോലീസ് പറയുന്നത്. 2 പേരാണ് ഈ മോഷണ ശ്രമം നടത്തിയിരിക്കുന്നത്. ഒരാൾ ഹെൽമെറ്റ് ധരിക്കുകയും മറ്റൊരാൾ ഈ ടവൽ ഉപയോഗിച്ച് മുഖം മറച്ചുമാണ് ഇത്തരത്തിൽ അകത്തേക്ക് കയറിയത്. ഈ ബിവറേജ് കോർപ്പറേഷന്റെ വാതിൽ തകർത്തിട്ടുണ്ട്. ഒപ്പം ഇതിനകത്തെ ക്യാഷ് കൗണ്ടറിൽ പണം സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഭാഗത്തെ തകർത്തിരുന്നു. പക്ഷേ മേശവൽപ്പിൽ സൂക്ഷിച്ചിരുന്ന 16,000 രൂപയാണ് ഇത്തരത്തിൽ നഷ്ടമായിരിക്കുന്നത്. എന്നാൽ 2 പേരാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുൻവശത്തേക്ക് ഈ വഴിയിലേക്ക് പ്രതികൾ വന്നിരുന്ന കാണാൻ സാധ്യതയുള്ള ആ CCTV ദൃശ്യങ്ങളല്ലേ, ആ CCTV അത് കോലോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് പാടത്തേക്ക് അവർ തിരിച്ചു വെച്ചു. അതിനുശേഷമാണ് അകത്തേക്ക് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നായ്ക്കളൊക്കെ എത്തി മണം പിടിക്കാതിരിക്കാൻ വേണ്ടി മുളക് പൊടി ഇതിനുള്ളിൽ ആകെ അവർ വിതറിയ ശേഷമാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. എന്നാലും CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ബിവറേജസ് കോർപ്പറേഷന്റെ CCTV പോലീസ് കൃത്യമായി ശേഖരിച്ചിട്ടുണ്ട്. ഇതിലുള്ള ദൃശ്യങ്ങളടക്കം ഇതിൽ നിന്നാണ് ഈ 2 പേരാണെന്ന കാര്യത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിൽ ഒരു മോഷണ ശ്രമം നടത്തിയിരിക്കുന്നത്. ഇത് മദ്യം കേന്ദ്രീകരിച്ചല്ല, കൃത്യമായി പണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മോഷണം തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ആര്യ. ഓക്കെ, അഖിൽ കെ ആണ് കോട്ടയത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.